അങ്ങനെ നമ്മൾ ഓഷ്യൻ ആൻഡ് സേ ലേക്കും കണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാനുള്ള ഓട്ടത്തിലാണ് കേട്ടോ. നമ്മൾ പോകാൻ പോകുന്നത് ലോട്ടർബ്രുണനിലേക്കാണ് കേട്ടോ. ലോട്ടർബ്രുണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡിലെ മോസ്റ്റ് സിനിക് വില്ലേജുകളിലൊന്നാണ്. നമ്മൾ ട്രെയിനിലായിരുന്നു ഫുൾ ഡേ ട്രാവൽ ചെയ്തിരുന്നത്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഒരു ടിപ്പിക്കൽ സ്വിറ്റ്സർലൻഡ് വില്ലേജിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ. ഭയങ്കര രസമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. നിറയെ കുഞ്ഞു കുഞ്ഞു വീടുകളും അതുപോലെ തന്നെ നിറയെ പച്ചപ്പും കുറേ മരങ്ങളും ഒക്കെ ആയിട്ടുള്ള കാഴ്ച. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ലോട്ടർബ്രുണനിലെത്തി കേട്ടോ. ഇത് ഈ ട്രെയിൻ ഇറങ്ങിയ ആൾക്കാരായിരുന്നു. നമ്മൾ കുറേ തവണ ഈ ട്രെയിനുകളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും തിരക്ക് ആദ്യമായിട്ടാണ് ഫീൽ ചെയ്തത്. അത്രമാത്രം ആൾക്കാരാണ് ലോട്ടർബ്രുണൻ എന്ന് പറഞ്ഞിട്ടുള്ള ദ മോസ്റ്റ് സിനിക് വില്ലേജ് കാണാൻ വേണ്ടി പോകുന്നത്. ട്രെയിൻ ഇറങ്ങിയിട്ട് കുറേ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പല സ്ഥലത്ത് ഇതിനോടകം സ്വിറ്റ്സർലൻഡ് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും ജനത്തിരക്ക് കാണുന്നത് കേട്ടോ. ഇപ്പം ദൂരെ റൈറ്റ് സൈഡിലുള്ള ആ മലയിൽ നോക്കിയാൽ കാണാൻ പറ്റും ചെറുതായിട്ട് വെള്ളം വീഴുന്ന പോലെ. ഇവിടുന്ന് വളരെ ചെറുതായിട്ട് നമുക്കത് കാണാൻ വേണ്ടി പറ്റും. അതൊരു വലിയ വെള്ളച്ചാട്ടമാണ് കേട്ടോ. അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് നടന്നു കഴിയുമ്പോൾ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ മൊത്തത്തിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ ആ മലേൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും സ്ക്രീനിൽ. നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് അടുക്കുകയാണ് കേട്ടോ. കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്കിവിടെ കുറേ കൂടുതൽ ആൾക്കാരെ കാണാൻ പറ്റും. ഓഷ്യനിലൊക്കെ കണ്ടതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ നമുക്കിവിടെ ഈ വഴികളിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിറയെ ഷോപ്പുകളും കുറേ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു ഈ വഴിയിൽ. ഈ വില്ലേജിലേക്ക് അടുക്കും തോറും ഇതിൻ്റെ ഭംഗി കൂടിക്കൂടി വന്നു. അതുപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ നിറയെ ഐസ്ക്രീം ഷോപ്സ് ഒക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ പലരും ഐസ്ക്രീംസ് ഒക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഫൈനലി നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താനായി. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് സ്റ്റോബാക് ഫോൾസ്. ഇത് 974 ഫീറ്റിലാണുള്ളത് കേട്ടോ. ശരിക്കും നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒറിജിൻ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അവിടെ നിൽക്കുമ്പം ശരിക്കും ഒരു വലിയ പൈപ്പ് തുറന്നു വിട്ട് അതിൽ നിന്ന് വെള്ളം വരുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ കാഴ്ച. ഭയങ്കര സ്ലോ മോഷനിൽ വെള്ളം വരുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. കുറേ ആൾക്കാരൊക്കെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ പോയി നിന്ന് എന്താ പറയുക വാട്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ ലോട്ടർബ്രുണനിൽ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പള്ളിയും അതിൻ്റെ അടുത്തൊരു സിമിത്തേരി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സിമിത്തേരി കണ്ടപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു പോയി. ഈ സുന്ദര സ്വപ്ന സ്വർഗത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച അനേകം പരേതാത്മാക്കൾ. അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഈ സിമിത്തേരിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മൾ ജീവിതത്തിലൊന്നുമല്ല എന്ന് തോന്നിപ്പോയി. ഇതാണ് കേട്ടോ ആ പള്ളി. ആ പള്ളി നോക്ക്, ഭയങ്കര സിമ്പിളാണ് എന്നാൽ ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു പള്ളി. അതിൻ്റെ അവിടെ ആയിട്ടൊരു വലിയ ക്ലോക്കും ഒക്കെ ഭയങ്കര രസമായിരുന്നു ആ പള്ളി കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആ പള്ളീൻ്റെ ഫ്രണ്ടിൽ കൂടെ കുറച്ച് നടന്നു കഴിഞ്ഞ് ഒരു പാലമൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ആ പള്ളിയും അതുപോലെ അതിന് ചുറ്റുമുള്ള മലകളും അതിൻ്റെ മുന്നിൽ കൂടെ ഒഴുകുന്ന ആ തെളിനീര് പോലെയുള്ള വെള്ളത്തിൻ്റെ ഉറവയൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ എന്താ പറയുക, കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ള വീടുകളും പോകുന്ന, അതായത് വഴി കൂടെ പോകുന്ന ബസ്സും, അതുപോലെ ഭയങ്കര രസമുള്ള ഒരു കാഴ്ച. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇതിലേക്കൂടെ ട്രെയിൻ പോകുന്നതൊക്കെ കാണുന്നത്. അതൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു ആർട്ടിസ്റ്റിക് വ്യൂ പോലെയുള്ള കാഴ്ചകളായിരുന്നു. അങ്ങനെ മനോഹരമായി ലോട്ടർബ്രുണൻ വില്ലേജിനോട് ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. ഇപ്പം നമ്മൾ തിരിച്ചു പോകുമ്പോൾ കാണുന്നത് ഇന്റർലേക്കൻ്റെ ഏതാനും ഭാഗങ്ങളാണ് കേട്ടോ. If you really like our video, please do like, share and subscribe our YouTube channel. Thanks for watching.